ഇന്ന് ഓശാനയാണ്, അടുത്തത് ഞായറാഴ്ച ഉയർപ്പാണ്. ഈ 7 ദിവസങ്ങള് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ദിവസങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ഈ ദിവസങ്ങളിലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. കർത്താവ് തൻ്റെ പീഡാനുഭവ വേളയിലെ ഉറങ്ങുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞത് ഇന്ന് നമ്മളോട് കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. 1 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലേ? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വാക്കുകള് ദൈവജനത്തോട് ഇന്ന് പറയുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥന, ഒരുപാട് പ്രായശ്ചിത്തം, ഒരുപാട് നവീകരണം ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം. സാമാന്യ ജനസമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സിറോ മലബാർ സഭ, വയനാട്ടിലെ കുടിയേറി പാർത്ത നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികള് എല്ലാം ഇന്നത്തെ ഈ തിരുക്കർമ്മ വേളയിലെ എൻ്റെ മനസ്സിനെ മതിക്കുന്ന, എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യനേക്കാൾ കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലെ തെറ്റിദ്ധാരണ തോന്നുന്ന വിധത്തിലുള്ള നിലപാടുകൾ കാണുമ്പോൾ മനുഷ്യൻ ഇത്രയ്ക്ക് പ്രാധാന്യമില്ലാത്തവനായി പോയോ എന്ന് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ ചോദിക്കാൻ മനസ്സിലെ പ്രലോഭനം തോന്നുന്നുണ്ട്. ഈ പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിലെ പൊലിഞ്ഞുപോയ പാവപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖം ഈ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിലെ സിറോ മലബാർ സഭ ഏറ്റെടുക്കുന്നതായിട്ട് നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടേതല്ലാത്ത വിശ്വാസത്തിൽപ്പെട്ടവരല്ലെങ്കിൽ പോലും നഷ്ടപ്പെട്ട ജീവിതങ്ങൾ വിലപ്പെട്ടതാണ്. നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അതിന്റെ പേരിൽ അനുഭവിക്കുന്ന സങ്കടങ്ങള് ദൂരവ്യാപകമാണ്. അതുകൊണ്ട് ഈ വലിയ ആഴ്ചയിൽ തിരുക്കർമ്മങ്ങള് നടവയലിൽ ആരംഭിക്കുമ്പോൾ ഞാൻ സഭയ്ക്ക് വേണ്ടി നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കണം കൂടുതലേ. നമ്മുടെ മനുഷ്യർ കടന്നു പോകുന്ന ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടാൻ സർക്കാരുകളുടെ പരിശ്രമം, സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പരിശ്രമം, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന്റെ ശക്തമായ സംരക്ഷണം നമ്മോട് കൂടെ ഉണ്ടാകണം. ഈ കുടിയേറ്റ ജനതയെക്കുറിച്ചൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വലിയ ചിന്തയുണ്ട്. കേരളത്തിലെ 2 ജില്ലകള് കുടിയേറ്റക്കാരുടെ കണ്ണുനീരും കഠിനാധ്വാനം കൊണ്ടുണ്ടായതാണ്. വയനാടും ഇടുക്കിയും. തിരുവിതാംകൂറിൽ നിന്ന് മണ്ണന്വേഷിച്ച് ഒരുപക്ഷെ മനുഷ്യന്റെ ജീവിതത്തിന്റെ വഴിമുട്ടിയപ്പോഴ് രാജാക്കന്മാരുടെ സർക്കാരുകളുടെ ഒക്കെ സഹായത്തോടുകൂടെ നാടുവിട്ട് കയറിയവരാണ് കുടിയേറ്റക്കാര്. അവര് കാട്ടുകള്ളന്മാരൊന്നുമല്ല. ഇന്ന് ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളുടെ ഭാഷ്യങ്ങൾ കാണുമ്പോൾ മനസ്സിൽ ദുഃഖം തോന്നാറുണ്ട്. ഈ നാടിനെ പൊന്നു വിളയിക്കുന്ന
മനോഹരമായ പറുദീസയാക്കി മാറ്റാൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നാടുവിട്ട് കുടിയേറിയവര് അവർ ഈ നാടിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ എത്ര വലുതാണ്. മനോഹരമായിട്ടുള്ള വയനാട് ഇന്ന് പലർക്കും കൗതുകം നൽകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങള് വെള്ളം കുടിക്കുന്ന ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ല കുടിയേറ്റക്കാരുടെ കണ്ണുനീര് വീണ ഭൂമിയാണത്. ഈ കണ്ണുനീര് നാടിന്റെ വളർച്ചയിൽ ചെയ്തിട്ടുള്ള വലിയ സംഭാവനകൾ മറക്കാൻ പാടില്ല, അത് മാറ്റി നിർത്താൻ പാടില്ല. അതുകൊണ്ട് മരിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഭയ്ക്കുള്ള അടുപ്പവും അവരുടെ മരണത്തിലുള്ള അനുശോചനവും ഞാനിവിടെ പരസ്യമായിട്ട് അറിയിക്കുകയാണ്. ദൈവം ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കട്ടെ. സർക്കാരുകൾ ആ കുടുംബങ്ങളുടെ ദുഃഖങ്ങളിൽ ചെയ്യാവുന്ന പരിഹാരങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ കുറവ് വരാത്ത വിധത്തില് അവരെ സംരക്ഷിക്കാൻ, ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ഓശാന പെരുന്നാളിലെ നിങ്ങളുമായിട്ട് സുവിശേഷം പങ്കുവെക്കുമ്പോൾ എന്നെ ഏറ്റവും ആദ്യം ആകർഷിച്ചൊരു വചനമുണ്ട്. ആ വചനം വളരെ പ്രധാനപ്പെട്ട വചനമായിട്ട് എനിക്ക് തോന്നുന്നു. കർത്താവ് പറഞ്ഞു, എനിക്ക് ആഘോഷമായിട്ട് ജെറൂസലേമിലേക്ക് പോകണം. ശിഷ്യന്മാർക്ക് ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം പറഞ്ഞു, കാലഘട്ടവും സാഹചര്യവും നിനക്ക് അനുകൂലമല്ല, നിന്നെ കാത്തിരിക്കുകയാണ് ശത്രുക്കള്. അതുകൊണ്ട് നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് കൂടുതൽ അപകടമാണ്. 2, നീ ആഘോഷമായിട്ട് പോണെന്ന് പറയുമ്പോൾ നിനക്ക് സാമ്പത്തികമില്ല. നീ അപ്പം വർദ്ധിപ്പിച്ച് തന്നെ ഒരു കൊച്ചിന്റെ കയ്യിൽ നിന്ന് 2 അപ്പം കടം വാങ്ങിച്ചിട്ടാ. അതുകൊണ്ട് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമല്ല. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് ഒരു കഴുതയും ഒരു കഴുതക്കുട്ടിയും കെട്ടപ്പെട്ടതായിട്ട് കാണും. ആ കഴുതയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അതിന്റെ മുകളിൽ ഇതുവരെ ആരും കയറിയിട്ടില്ല. നിങ്ങളതിനെ അഴിക്കണം. തർക്കം പറഞ്ഞ ആരെങ്കിലും വന്നാൽ, ഉടമസ്ഥൻ വന്നാലേ നിങ്ങൾ പറയണം, കർത്താവിന് അതിനെ കൊണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ മുഴുവൻ താക്കോൽ വചനം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ദിവസം നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്ന അതാണ്. നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. കർത്താവ് നമ്മെ അഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, കർത്താവിനെ പോകാൻ നീ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുക. കർത്താവിന് പോകാൻ നീ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുക. മാൽക്കം മാക്ബ്രിഡ്ജിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. മദർ തെരേസയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഇന്റർവ്യൂ ആണ്. ആ പുസ്തകത്തില് മാൽക്കം മാക്ബ്രിഡ്ജ് ചോദിക്കുന്നുണ്ട് മദറിനോട്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സന്യാസ സമൂഹത്തിന്റെ മതിലുകൾ എടുത്തു ചാടിയത്? നിങ്ങൾക്കറിയാം, അമ്മ കന്യാസ്ത്രീയായ മഠത്തിൽ നിന്ന് അമ്മ പുറത്ത് ചാടിപ്പോന്നവളാണ്. മാൽക്കം മാക്ബ്രിഡ്ജ് അതിനെ പറയുന്ന പേര് ജമ്പിങ് ഓവർ ദ വാൾസ്. നിങ്ങൾ മതിൽ ചാടിയവളാണ്. എന്തിനാണ്? മദർ പറഞ്ഞു, തമ്പുരാൻ എന്നോട് പറഞ്ഞു, ഇവിടെയല്ല എൻ്റെ സ്ഥാനം. കൽക്കട്ടയിലെ തെരുവീതികളിൽ കഷ്ടപ്പെടുന്ന കണ്ണീരൊഴുക്കുന്ന പാവങ്ങള്, മദർ പറയുന്നത് അവര് വഴിയിൽ വീണ തിരുവോസ്തികളാണ്.
അത് കണ്ടെടുക്കാനാണ് കർത്താവിനെ വിളിച്ചു. ജമ്പിങ് ഓവർ ദ വാൾസ്. ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത കഴുത എന്റെ മുൻപിലും നിങ്ങളുടെ മുൻപിലും വെക്കുന്ന ഒരു പ്രത്യേക വെല്ലുവിളിയുണ്ട്. എന്താണെന്നറിയാമോ? ഈ കുർബാന കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് ടെലിവിഷൻ കണ്ട് നാട്ടിലെല്ലാവരെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ സന്തോഷമായിട്ട് കഴിയേണ്ടവരല്ല. കർത്താവിന് പോകേണ്ട ഒരുപാട് ദൂരങ്ങളിലേക്ക് കർത്താവിനെ സംവഹിക്കാൻ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. കർത്താവിന് ഒരുപാട് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത, ലെസ് യൂസ്, നോട്ട് യൂസ്, അണ്ടർ യൂസ്, ഇതൊക്കെ നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. എനിക്ക് ഇനിയും ധാരാളം ചെയ്യാനുണ്ട്. എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, 56 വയസ്സിൽ നമ്മുടെ അധ്യാപകർ റിട്ടയർ ചെയ്യാണ് അല്ലേ? നല്ലൊരു തുക പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അതിനൊക്കെ അവർ അർഹരാണ് കേട്ട. അത് കൊടുക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതൊന്നും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. പക്ഷെ 56 വയസ്സെന്ന് പറയുന്നത് ജീവിതത്തിന്റെ നടുക്കഷ്ണമാണ്. നിങ്ങൾ വെറുതെ ഇരിക്കാനുള്ളവരല്ല. നിങ്ങൾ കർത്താവിന്റെ വഴികളിലൂടെ കർത്താവിന് യാത്ര ചെയ്യാൻ നിങ്ങളുടെ കഴിവുകള്, നിങ്ങളുടെ താലന്തുകള് അത് കൊടുക്കണം. ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത കഴുത ഞാനല്ലേ അത്? നിങ്ങൾ ഓരോരുത്തരുമല്ലേ അത്? കർത്താവിന്റെ ഓശാന പ്രദക്ഷിണം ഓല വാങ്ങിച്ച് പള്ളിക്ക് ചുറ്റും നടത്തുമ്പോൾ നമ്മുടെ ചെവികളിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? നമ്മൾ പെസഹ വ്യാഴാഴ്ചയിലേക്ക് വരുമ്പോൾ വീണ്ടും നിങ്ങൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷത്തിൽ ഒരു ഭാഗമുണ്ട്. എവിടെയാണ് ഞങ്ങൾ പെസഹ ഒരുക്കേണ്ടത്? കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങൾ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ ഒരു കുടം വെള്ളവുമായിട്ട് ഒരു വീട്ടിൽ കയറുന്നത് കാണും. നിങ്ങൾ കൂടെ ചെല്ലണം. വിശാലവും അലങ്കൃതവുമായിട്ടുള്ള ഒരു വീട്. നിങ്ങൾ അതിന്റെ ഉടമസ്ഥനോട് ചോദിക്കണം, കർത്താവിന്റെ പെസഹ ആഘോഷിക്കാൻ കർത്താവിന് ഇടമില്ല, ഈ ഇടം തരുമോ? അവൻ കൊടുത്ത ഇടമാണ് കർത്താവ് അന്ത്യത്താഴം നടത്തിയ പെസഹ വീട്, സെഹിയോൻ ഊട്ടിശാല. അണ്ടർ യൂസ്, നോട്ട് യൂസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ ജീവിതങ്ങള് അണ്ടർ യൂട്ടിലൈസ്ഡ്, നോട്ട് യൂട്ടിലൈസ്ഡ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അതിന്റെ ഉടമസ്ഥനോട് ചോദിക്കണം, എന്റെ പെസഹ ഞാൻ എവിടെയാ കൊണ്ടാടേണ്ടത്? വിശാലവും അലങ്കൃതവുമായിട്ടുള്ള വീട് അയാൾ വിട്ടുകൊടുത്തു. നിങ്ങൾ വിചാരിക്കും പെസഹ കഴിഞ്ഞിട്ട് അവരൊക്കെ പോയെന്ന്. ഇല്ല. കർത്താവിന്റെ മരണം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പേടിച്ച കർത്താവിന്റെ ശിഷ്യന്മാരെ താമസിച്ചത് ആ വീട്ടിലാണ്. എമ്മാവൂസിലേക്ക് യാത്ര പോയ ശിഷ്യന്മാരുടെ കഥ കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം, സഹയാത്രികനായിട്ട് ചെന്ന അപരിചിതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങട്ടാ പോണേ? അവര് പറഞ്ഞു, ഞങ്ങൾ ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോവുകയാണ്. ജെറൂസലേം കിഴക്കാണ്, എമ്മാവൂസ് പടിഞ്ഞാറാണ്. ബൈബിൾ പണ്ഡിതന്മാർ അതിനൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. ഉദയത്തിൽ നിന്ന് വിട്ടുപോയവരാണ്. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല. സത്രത്തിൽ കയറി അവരോടൊത്ത് അവൻ പെസഹ അപ്പം മുറിച്ചപ്പോൾ അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപരിചിതൻ കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായി.
പിന്നെ അവര് മുന്നോട്ടല്ല പോയത്, അവർ പിറകോട്ട് ജെറൂസലേമിലേക്ക്, പന്തക്കുസ്ത കാത്തിരുന്ന സിഹ്യോൻ ഊട്ടുശാലയിലേക്ക്. ഞാൻ സഹോദരങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോടൊക്കെ കർത്താവ് സഹയാത്രികനാണ്. കർത്താവ് കൂടെയുണ്ട്. കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങോട്ടാ പോകുന്നേ? അവര് പറഞ്ഞു, ജെറൂസലേമിൽ നടന്ന കാര്യങ്ങൾ അറിയാത്ത ഏക വിജാതീയൻ നീയാണ്. സുരക്ഷിതത്വം തേടി വിട്ടുപോകുന്നവരുടെ കൂട്ടത്തില് നമ്മൾ ഇന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ ഉൾപ്പെട്ടിരിക്കുക. സുരക്ഷിതത്വം നോക്കുക. സുരക്ഷിതത്വത്തെ ബലി കഴിച്ച് കാട് കയറി നാടാക്കിയവരാണ് നമ്മുടെ കാരണവന്മാര്. കാട് കയറി നാടാക്കിയവരാണ്. അവരുടെ തലമുറ ഇന്ന് കടല് കടന്ന് നാട് വിട്ടുപോകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുത, ആരും വേണ്ടതുപോലെ ഉപയോഗിക്കാത്ത കഴിവുകള്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറെ കൂടെ മുമ്പിൽ വെല്ലുവിളികളുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ കുടിയേറ്റക്കാരായിട്ടുള്ള നിങ്ങളുടെ കാർന്നവന്മാരുടെ 10-1 ധൈര്യവും കഠിനാധ്വാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാടിനെ ഇനിയും ഒരുപാട് ശുശ്രൂഷകളിലൂടെ വളർത്താൻ കഴിയുന്നതാണ്. പക്ഷേ നിങ്ങൾ ഇന്ന് കൃഷി വേണ്ട, കഠിനാധ്വാനം വേണ്ട, സ്വിച്ചിട്ടാൽ പണം കിട്ടുന്ന എന്തെങ്കിലും സൂത്രമുണ്ടെങ്കിൽ അത് നോക്കിപ്പോകുന്ന ഒരു കാലാവസ്ഥയിലേക്ക് മാറാൻ പാടില്ല. പെസഹായുടെ തിരുനാൾ നമ്മുടെ മുൻപിൽ വെക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. കർത്താവ് കുരിശിൽ കിടക്കുന്ന സമയത്ത് പട്ടാളക്കാര് കർത്താവിനോട് ചോദിച്ചൊരു വെല്ലുവിളിയുണ്ട്. നീ ലാസറിനെ ഉയർപ്പിച്ചവനാണ്, നീ ശതാധിപന്റെ മകൻ ഉയർപ്പിച്ചവനാണ്, നീ പലർക്ക് രോഗശാന്തി കൊടുത്തവനാണ്. എന്തുകൊണ്ട് കുരിശിൽ നിന്ന് ഇറങ്ങി വരാത്തത്? നീ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാലേ ഈ ജനം മുഴുവൻ സഹനമില്ലാത്ത വിജയത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ഈ പെസഹ വ്യാഴാഴ്ച നമ്മൾ ആലോചിക്കണം. സഹനങ്ങളില്ലാത്ത, വേദനയില്ലാത്ത ഒരു ലോകം, കഷ്ടപ്പാടുകളില്ലാതെ എല്ലാം നമുക്ക് എളുപ്പത്തിൽ നടക്കാൻ പറ്റുന്നൊരു കാലാവസ്ഥ, പറ്റുന്ന ഒരു സംസ്കാരം, അതിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വഴിതെറ്റിപ്പോയി. പെസഹ വ്യാഴാഴ്ചയിൽ ഓർമ്മകള് നമ്മെ പഠിപ്പിക്കട്ടെ. കർത്താവ് അപ്പമെടുത്ത് മുറിച്ച് ഇതെന്റെ ശരീരമാണ്, പാനപാത്രമെടുത്ത് വാഴ്ത്തി പറഞ്ഞു ഇതെന്റെ രക്തമാണ്. അപ്പം ശരീരമായില്ല, പാനപാത്രം രക്തമായില്ല. ശിഷ്യന്മാരുടെ മുമ്പിൽ വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഇവൻ പറഞ്ഞ വാക്കനുസരിച്ച് നടന്നില്ല. കാനായിലെ വെള്ളത്തോട് അവൻ പറഞ്ഞപ്പോ അത് വീഞ്ഞായി. ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞപ്പോ അങ്ങനെ നടന്നു. പക്ഷെ പെസഹായിലും നടന്നില്ല. പക്ഷെ ഓർക്കുക, പെസഹ ഉയർത്തപ്പെടുന്ന വെല്ലുവിളി അതാണ്. ദുഃഖവെള്ളിയാഴ്ചയിലെ മരണം. അവൻ കീറി മുറിക്കപ്പെട്ടവനായിട്ട് ഉയർത്തപ്പെട്ടു. അവൻ മുറിക്കപ്പെട്ട അപ്പമായത് കാൽവരിയിലെ കുരിശിലാണ്. സ്വന്തം ശരീരം കീറി മുറിച്ചപ്പോഴാണ്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, അവൻ അടക്കാൻ ശീലയിൽ അമ്മ പൊതിഞ്ഞപ്പോ അവനേറ്റ ചാട്ടയടികളും അവന്റെ മേൽ വന്ന കുന്തമുനകളും അവനേറ്റ അപജയമൊക്കെ കണ്ടിട്ട് അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞ പാട്ടിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? ദുഃഖവെള്ളിയാഴ്ചകൾ നമ്മൾ പാടുന്ന പാട്ട്, അമ്മ കന്നി മണി തന്നെ. എത്ര മനോഹരമായിട്ടുള്ള, ഹൃദയങ്ങള് തുളഞ്ഞു കയറുന്ന പാട്ടാണത്. അതുകൊണ്ട് സഹനമില്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതത്തെ സ്വപ്നം കാണുന്ന ഇന്നത്തെ ലോകത്തിലെ സഹനം വിലപ്പെട്ടതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനാണ് പെസഹ തിരുനാള് നമ്മെ വിളിക്കുന്നത്. പെസഹ ഒരു ആചരണമല്ല, പെസഹ വെറും ഒരു അനുസ്മരണമല്ല.
പെസഹ വീണ്ടുമുള്ള ഒരു പുനരാവർത്തനമാണ്. ഞാനും നിങ്ങളും മനസ്സിലാക്കണം, അതൊരു പുനരാവർത്തനമാണ്. സഹനത്തെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കാൻ. ഇന്ന് മക്കളെ സ്വീകരിക്കാൻ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല. മക്കളെ സ്വീകരിക്കാൻ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല. കാരണം പിള്ളേര് കൂടിയാലേ പണി കൂടും. പണ്ട് മക്കളോട് ഭ്രാന്തമായ അടുപ്പം കാണിച്ച മാതാപിതാക്കളുണ്ട്. ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാ. ഞാൻ എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് കരത്തെ പിടിച്ചിട്ട് അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മയുടെ സന്മനസ്സുകൊണ്ടാണ് 10ാമത്തെ ഞാൻ ജനിച്ചത്. അമ്മയുടെ സന്മനസ്സുകൊണ്ടാ ഈ 10ാമത്തെ ഞാൻ ജനിച്ചത്. നന്ദിയുണ്ട് അമ്മ. എത്ര ജനിക്കാതെ പോകുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരാണ് സന്തോഷത്തോടുകൂടി പെസഹായിലെ ദുഃഖവെള്ളിയാഴ്ച ആഘോഷിക്കാൻ ഒന്നിച്ചിരിക്കുന്നത്. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, കർത്താവ് 2 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവേ. പിന്നെ കർത്താവ് അത് ചെയ്തിട്ടില്ല, നമ്മളത് തുടരുകയാണ്. സൃഷ്ടികർമ്മം കഴിഞ്ഞിട്ട് ആദാമിനോടും ഹവ്വായോടും പറഞ്ഞു, ഇനി ഞാൻ ചെയ്യില്ല, നിങ്ങൾ വർദ്ധിച്ച് ഭൂമി കീഴടക്കുവിൻ. നിങ്ങൾ വർദ്ധിച്ച് ഭൂമി കീഴടക്കുവിൻ. അബ്രഹാമിന് കർത്താവ് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ ആകാശത്തേക്ക് നോക്കുക, ഞാൻ നിന്നോട് വാക്ക് പറയുന്നു, നിന്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഈ കടലിലെ മണൽത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. മക്കള് ദൈവത്തിന്റെ സൃഷ്ടികർമ്മം തുടരാനുള്ള ദൈവത്തിന്റെ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുന്നതാ. അവിടെ എണ്ണം നോക്കി, സൗകര്യം നോക്കി വേണ്ടെന്ന് പറയാൻ നമ്മൾ കാണിക്കുന്ന അപകടം പിടിച്ചൊരു പ്രവണത ഈ ദുഃഖവെള്ളിയാഴ്ചകളില് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക. നമ്മുടെ കർത്താവിന്റെ ഓർമ്മ ഏറ്റവും കംഫർട്ടബിൾ ആക്കാൻ, ഏറ്റവും സൗകര്യപ്രദമാക്കാൻ, ഏറ്റവും നമുക്ക് അനുകൂലമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്ന ഒരു നിലപാട്, അത് ദൈവം നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് ആരും കയറിയിട്ടില്ലാത്തൊരു കഴുത ഞാനാണ്. എന്നെ കർത്താവിന് ആവശ്യമുണ്ട്. എൻ്റെ പ്രൊഫഷൻ, ഞാൻ തൃശ്ശൂരെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് പറയാണ്, ഞങ്ങളുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ 70 കൊല്ലമായി. അവിടെ 60 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യനുണ്ട്, ഡോക്ടർ എച്ച് നെടംവാല. അവിടെ നഴ്സിംഗ് പഠിപ്പിച്ചിട്ടുള്ള സിസ്റ്റേഴ്സിനും നഴ്സുമാർക്കൊക്കെ അറിയാം. എച്ച് നെടംവാല ഒരു പാഴ്സിയാണ്, ബോംബെക്കാരനാണ്. He worked for 60 years. He came as a young doctor with 30 years. And he continued there for 60 years. When he celebrated the 90th birthday, പൗരാവിലെ അദ്ദേഹത്തിന് വലിയ ഒരു ആദരവ് കൊടുത്തു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ മിടുക്കനായ ഡോക്ടറായപ്പോൾ എന്നെ പല വലിയ ഹോസ്പിറ്റലുകളും ക്ഷണിച്ചു, ഡോക്ടറെ വാ, അവിടെ തരുന്നതിനേക്കാൾ കൂടുതൽ തരാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും പോകില്ല. ഞാൻ പോകാത്തതിൻ്റെ ഒരു കാരണമുണ്ട്. ഇവിടെ ചാപ്പലിൽ എല്ലാ ദിവസവും ഡോക്ടർമാരും നഴ്സുമാരും കൂടെ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ പറയുന്നൊരു വാചകം എൻ്റെ ഹൃദയത്തിൽ ഞാൻ രക്തം കൊണ്ട് എഴുതിയിട്ടുണ്ട്. അവന് നിന്റേതല്ലാതെ മറ്റു കരങ്ങളില്ല. എന്റെ കരം കർത്താവിന്റെ കരമാക്കാൻ എന്നെ പഠിപ്പിച്ചത് ഈ സ്ഥാപനമാണ്. എന്റെ കരം കർത്താവിന്റെ കരമാക്കാൻ എന്നെ പഠിപ്പിച്ചത് ഈ സ്ഥാപനമാണ്. അതുകൊണ്ട് എനിക്ക് പണമല്ല ആവശ്യം, എനിക്ക് കർത്താവിന്റെ ശുശ്രൂഷ തുടരാനുള്ള വെല്ലുവിളിയാണ്. ഞാൻ ഈ പെസഹ വ്യാഴാഴ്ചയിലെ സന്ദേശം സമാപിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, നാളെ നമ്മൾ ഓശാനയിൽ നിന്ന് പെസഹായിലേക്കും
പെസഹായിലും ദുഃഖവെള്ളിയിലേക്കൊക്കെ കടക്കും. ഇതെല്ലാ കൊല്ലം ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ, എനിക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് വെറുതെ ഒരു അനുസ്മരണമാണ്. നമ്മുടെ കുർബാനയുടെ ഏറ്റവും വലിയ മനോഹാരിത എന്താണെന്നറിയാമോ? അപ്പം വാഴ്ത്തുമ്പോൾ അത് കർത്താവിന്റെ ശരീരമായിട്ട്, അപ്പം വാഴ്ത്തുമ്പോൾ ശരീരമാണ്, പാനപാത്രം വാഴ്ത്തുമ്പോൾ രക്തമാകുന്നു. നിങ്ങളത് സ്വീകരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്ന കിടപ്പറയും കട്ടിലും പറുദീസ തോട്ടമാണ്. അവിടെ പിശാചുണ്ട്. ഹവ്വായെ പറ്റിച്ച പിശാച് അവിടെയുണ്ട്. മക്കള് വേണ്ട, മക്കൾ കൂടിയ കുഴപ്പമാണ്, നീ സൂക്ഷിച്ച് കേൾക്കണം, പറയാനുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പെസഹ നൽകുന്ന ഒരു ചക്രവാളമുണ്ട്. അത് ദുഃഖവെള്ളിയാഴ്ചയുടെ ചക്രവാളമാണ്. ആ ചക്രവാളം കടക്കുന്നവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് ഉത്ഥാന പെരുന്നാൾ. സഹനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഉത്ഥാനത്തിന്റെ സമാധാനം ആഘോഷിക്കാൻ നമുക്ക് കഴിയില്ല. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, കുരിശിന്റെ താഴെ നിന്നൊരമ്മയുണ്ട്. ഇത്ര മനോഹരമായിട്ടൊരു ചിത്രമാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് അമ്മ കുരിശിന്റെ താഴെ നിന്നു. അവൻ മരിച്ച പാണികൾ ഊരിയെടുത്തിട്ട് അമ്മയുടെ മടിയിലാണ് അവന്റെ ദേഹം കിടത്തിയത്. വ്യാകുലയായ അമ്മ. ആ അമ്മയാണ് അവസാനത്തെ ചുംബനം കൊടുത്തിട്ട് പട്ടിൽ പൊതിഞ്ഞ് അവനെ കല്ലറയിലേക്ക് കൊടുത്തത്. സ്ത്രീകളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളാണ് വഴികാട്ടുന്നവരെ. കർത്താവിന്റെ കല്ലറ തേടി വന്നത് ആണുങ്ങളല്ല, പെണ്ണുങ്ങളാണ്. ഉത്ഥാനം ചെയ്തു എന്നുള്ള വിചാരത്തിൽ വന്നതല്ല, കൊടുത്തത് പോരാ എന്നുള്ള തോന്നലിൽ വന്നവരാണ്. ഞങ്ങൾ കൊടുത്തത് പോരാ എന്ന് തോന്നിയത് വന്നതാണ്. സാപത്തായതുകൊണ്ട് ഞങ്ങൾ വെച്ച സുഗന്ധദ്രവ്യങ്ങൾ ആവശ്യത്തിനായില്ലെന്ന് തോന്നിയതുകൊണ്ട് എനിക്ക് സ്ത്രീകളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്ന അമ്മമാർക്ക് വലിയ പങ്കുണ്ട്. അമ്മമാർക്ക് വലിയ പങ്കുണ്ട്. അമ്മമാരെ ആ ദൗത്യം നിർവഹിക്കാൻ ചങ്കൂറ്റത്തോടുകൂടെ മുന്നോട്ട് വരണം. അപ്പന്മാരും കർത്താവിന്റെ ശിഷ്യന്മാരുടെ ദൗത്യം ഏറ്റെടുക്കണം. അങ്ങനെ ഈ പെസഹ ഏറ്റവും അനുഗ്രഹീതമാക്കാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. പിതാവ് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ യാചിക്കുന്നു. പിതാവ് ഏറ്റെടുത്ത ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കാൻ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ.